ഹായ് ഓൾ, വെൽക്കം ടു ലൂമോസ് അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് തിരുവിതാംകൂറിന്റെ ചരിത്രം നോക്കാം. അഥവാ വേണാട് രാജ്യം എങ്ങനെ ആധുനിക തിരുവിതാംകൂറായി മാറിയെന്ന് നോക്കാം. മരുമക്കത്തായി നിലനിന്നിരുന്ന വേണാട് രാജ്യത്തിന്റെ അവസാനത്തെ രാജാവായിരുന്നു രാമവർമ്മ. രാമവർമ്മയുടെ അനന്തരവനായിരുന്നു മാർത്താണ്ഡവർമ്മ. രാമവർമ്മ നാട് നീങ്ങിയതിനെ തുടർന്ന് മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വന്നു. അപ്പം ഇദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. മാടമ്പിമാര്, പിള്ളമാര്, ജന്മിത്ത മേധാവിത്വം, അയൽരാജ്യങ്ങളുടെ ആക്രമണം, വിദേശ രാജ്യങ്ങൾ ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമം. അപ്പൊ ഇതിനെയെല്ലാം ശക്തമായ എതിർത്തു മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്നത് വരെ മാടമ്പിമാർ അഥവാ പ്രാദേശിക പ്രഭുക്കർ അവിടെ ശക്തി ആർജിച്ചിരുന്നു. അതായത് രാജാധികാരത്തെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവർ വളർന്നിരുന്നു. അവരെ അടിച്ചമർത്തി തന്റെ പരമാധികാരം അരക്കിട്ടുറപ്പിക്കുന്നതിൽ മാർത്താണ്ഡവർമ്മ വിജയിച്ചിരുന്നു. അതേപോലെ തന്നെ മാർത്താണ്ഡവർമ്മയെ നിരന്തരം ശല്യം ചെയ്യുന്ന, അതായത് നിരന്തരം മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരായിരുന്നു എട്ട് വീട്ടിൽ പിള്ളമാർ. എട്ട് വീട്ടിൽ പിള്ളമാർ എന്ന് പറഞ്ഞാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, അതായത് ക്ഷേത്രമക വസ്തുക്കൾ 8ആയി ഭാഗിച്ചായിരുന്നു കരം പിരിച്ചിരുന്നത്. ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചിരുന്നു. അവരറിയപ്പെട്ടിരുന്നതാണ് എട്ട് വീട്ടിൽ പിള്ളമാർ. അതായത് ക്ഷേത്രമക കാര്യങ്ങൾ നോക്കി നടത്തുന്ന ട്രസ്റ്റീസ് അല്ലെങ്കിൽ ഊരാളന്മാര്. അപ്പോൾ ഇവർക്കെതിരെയും കർശന നടപടിയായിരുന്നു മാർത്താണ്ഡവർമ്മ സ്വീകരിച്ചത്. അതായത് ഇവരുടെ 8 തറവാടുകളും ഇടിച്ചു തകർക്കുകയും അവിടെ കുളങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് കുളം തോണ്ടുക എന്നൊരു ശൈലി മലയാളത്തിൽ വരുന്നത്. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് വളരെ ചെറിയ രാജ്യമായിരുന്നു വേണാട് രാജ്യം. തന്റെ ശക്തമായ സൈനിക ശക്തി കൊണ്ട് ഏതാണ്ട് കൊച്ചി രാജ്യാതിർത്തി വരെ രാജ്യത്തിന്റെ വിസ്തൃതി നീട്ടുകയും കേരളത്തിലെ ദക്ഷിണ മധ്യഭാഗങ്ങളെ തന്റെ ആധിപത്യത്തിലാക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് വേണാട് പിന്നെ ആധുനിക തിരുവിതാംകൂറായി മാറിയത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ജന്മിത്ത ഭരണം ഇല്ലാതാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ രാജാവ്, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ, ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ചോദ്യങ്ങൾ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി ആരാണ്? മാർത്താണ്ഡവർമ്മ. വഞ്ചി ഭൂപതി എന്നറിയപ്പെടുന്ന രാജവംശം, തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭ ദാസന്മാർ. ദേശീയ ഗാനം വഞ്ചീശ മംഗളം, മുദ്ര ശംഖ്, ചട്ടവരിയോലകൾ. തിരുവിതാംകൂറിലെ നിയമസംഹിത അറിയപ്പെടുന്നതാണ് ചട്ടവരിയോലകൾ. മതിലകം രേഖകൾ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നതാണ് മതിലകം രേഖകളെന്നും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയം ഇറക്കാൻ അംഗീകാരം ഉണ്ടായിരുന്ന ഒരേ ഒരു നാട്ടുരാജ്യം ഉണ്ടായിരുന്നുള്ളൂ, തിരുവിതാംകൂർ. അപ്പം നാണയം ഏതൊക്കെയാണ്? അനന്തരായൻ പണം, അനന്തവരാഹം. നെല്ലറ എവിടെയാണ്? നാഞ്ചിനാട്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1729 മുതൽ 1758 ആണ് ഭരണകാലഘട്ടം. ഉരുക്കുമനുഷ്യൻ, ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കുമനുഷ്യൻ, ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നൊക്കെ വിശേഷണമുള്ള ഭരണാധികാരിയാണ് ആനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഭരണ തലസ്ഥാനം കൽക്കുളം, വ്യാപാര തലസ്ഥാനം മാവേലിക്കര. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെടുന്നതാണ് ഹിരണ്യഗർഭം. ഹിരണ്യഗർഭത്തിൽ ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതമാണ് പഞ്ചഗവ്യം. അപ്പൊ എന്തൊക്കെയാണ്? 1729 മുതൽ 1758 വരെയാണ് ഭരണകാലഘട്ടം. ഉരുക്ക് മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, ഭരണ തലസ്ഥാനം കൽക്കുളം, വ്യാപാര തലസ്ഥാനം മാവേലിക്കര. കിരീടധാരണ ചടങ്ങ് അറിയപ്പെടുന്നത് ഹിരണ്യഗർഭം. അതിലുപയോഗിക്കുന്ന പാൽ ചേർത്ത മിശ്രിതമാണ് പഞ്ചഗവ്യം. അപ്പോ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ. അതിനു മുന്നേ നമുക്ക് ആറ്റിങ്ങൽ കലാപം വർഷം 1721. വേണാട് ഉടമ്പടി വർഷം 1723. അപ്പോൾ
ആറ്റിങ്ങൽ കലാപം എന്താന്ന് വെച്ചാൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. വർഷം 1721. ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് ഒപ്പുവെച്ചത്. അതായത് വേണാട് ഉടമ്പടി സമയത്തെ വേണാട് ഭരണാധികാരി രാമവർമ്മയായിരുന്നു. രാമവർമ്മയ്ക്ക് വേണ്ടി വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച യുവരാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ. ഏത് പേരിലാണ് ഒപ്പുവെച്ചത്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് ഒപ്പുവെച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചു എന്നറിയപ്പെടുന്നത്. ഇവിടെ വേണാട് ഉടമ്പടി സമയത്തെ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ രാമവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ വേണാട്ടിലെ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ആദിത്യവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം അറിയപ്പെടുന്നത് കേരള ചരിത്രത്തിലെ തന്നെ ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പം ഭരണനയം ചോരയുടെയും ഇരുമ്പിന്റെയും നയം. എട്ടര യോഗം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതി അറിയപ്പെട്ടിരുന്നതാണ് എട്ടര യോഗം. 8 പോറ്റിമാർക്ക് 1 വോട്ടും രാജാവിന് അര വോട്ടുമായിരുന്നു ഈ സമിതിയിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ് പുഷ്പാഞ്ജലി സ്വാമിയാർ. അപ്പൊ എന്തൊക്കെയാണ്? ഭരണനയം അറിയപ്പെടുന്നത് ചോരയുടെയും ഇരുമ്പിന്റെയും നയം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതി അറിയപ്പെടുന്നത് എട്ടര യോഗം. അതിന് അധ്യക്ഷത വഹിച്ചിരുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാർ. ശ്രീ പത്മനാഭ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ് ആരാണെന്ന് ചോദിക്കും. മാർത്താണ്ഡവർമ്മ. ശുചീന്ദ്രം കൈമുക്ക് എന്ന ശിക്ഷാ നടപടി ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്. മുറജപം ഭദ്രദീപം ചടങ്ങുകൾ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്. അപ്പൊ ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറഞ്ഞാല് തിളച്ച നെയ്യിൽ കൈ മുക്കിയിട്ട്, അതായത് കുറ്റാരോപിതന്റെ കൈ തിളച്ച എണ്ണയിൽ മുക്കിയിട്ട് പൊള്ളി വന്നിട്ടില്ലെങ്കിൽ കുറ്റം ചെയ്തില്ലെന്നും പൊള്ളി വന്നാൽ കുറ്റം ചെയ്തെന്നുമാണ് അതിന്റെ ആചാരം. അപ്പൊ അത് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. മുറജപം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായി 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ചടങ്ങാണ്, ഉത്സവമാണ് മുറജപം. മുറജപം ആദ്യമായിട്ട് നടന്നത് 1750 ആദ്യമായിട്ട് മുറജപം നടന്നത്. ഭദ്രദീപം, അതായത് മുറജപത്തിന്റെ ചെറിയ ചടങ്ങാണ് ഭദ്രദീപം. 2 വർഷത്തിൽ ഒരിക്കലാണ് ഭദ്രദീപം നടത്തിപ്പെട്ടിരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്: മുറജപം ഭദ്രദീപം എന്ന ചടങ്ങുകൾ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? അറിയാമല്ലോ. അപ്പോ ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചു. എട്ടര യോഗം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതി അറിയപ്പെടുന്നത് പേരാണ് എട്ടര യോഗം. മാർത്താണ്ഡവർമ്മ ആറ്റിങ്ങൽ പിടിച്ചെടുത്ത വർഷം 1730. അടുത്തത് കുളച്ചിൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 കുളച്ചിൽ യുദ്ധം. ഇമ്പോർട്ടൻ്റ് ആണ്. കുളച്ചിൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചിൽ യുദ്ധം. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ രാജാവാണ് മാർത്താണ്ഡവർമ്മ. അതായത് ഒരു യൂറോപ്യൻ ശക്തിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യത്തെ രാജാവ്. യുദ്ധം കൊളച്ചിൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈനാധിപൻ ആരാണ്? ഡിലനോയ്. അതായത് ഡച്ച് സൈനാധിപനായിരുന്നു ഡിലനോയ്. പിന്നീട് യൂറോപ്യൻ രീതിയിൽ, അതായത് യൂറോപ്യൻ മാതൃകയിൽ തിരുവിതാംകൂർ സൈന്യത്തിനെ ഇദ്ദേഹം പരിശീലിപ്പിച്ചു. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈനാധിപൻ ഡിലനോയ്. ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ട. ഉദയഗിരി എവിടെയാണ്? കന്യാകുമാരിയിലാണ്. ഉദയഗിരി കോട്ട പണി കഴിപ്പിച്ച വേണാട് രാജാവ് ആരാന്ന് ചോദിച്ചാൽ വീരരവിവർമ്മ. പുതുക്കി പണിഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ച കൊട്ടാരക്കര രാജാവ് ആരാന്ന് ചോദിച്ചാൽ വീരകേരളവർമ്മ. അപ്പൊ എന്തൊക്കെയാണ്? വീരരവിവർമ്മ, വേണാടിലെ രാജാവായ വീരരവിവർമ്മയാണ് ഉദയഗിരി കോട്ട പണി കഴിപ്പിച്ചത്. മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീരകേരളവർമ്മ. മാവേലിക്കര ഉടമ്പടി വർഷം 1753 ഓഗസ്റ്റ് 15. എന്താണ് മാവേലിക്കര ഉടമ്പടി? ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഇത് ഒപ്പുവെക്കുന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. മാവേലിക്കര ഉടമ്പടിയെ തുടർന്ന് ഡച്ചുകാർ എന്ത് ചെയ്ത്? കുരുമുളക് പകരം യുദ്ധസാമഗ്രികൾ തിരുവിതാംകൂറിന് നൽകാമെന്നും തിരുവിതാംകൂർ ആഭ്യന്തര കാര്യങ്ങളിൽ ഡച്ചുകാർ ഇടപെടലും എന്നുമായിരുന്നു ധാരണയായത്. മാന്നാർ ഉടമ്പടി. കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയായിട്ട് നടന്ന ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി. വർഷം 1742.
42 തന്നെയാണ് കിളിമാനൂര് മാർത്താണ്ഡവർമ്മ പിടിച്ചെടുത്തത്. മാർത്താണ്ഡവർമ്മ ഓടനാട് കീഴടക്കിയ യുദ്ധം ഏതാന്ന് ചോദിച്ചാൽ പുറക്കാട് യുദ്ധം. ഓടനാട് എന്ന് പറഞ്ഞാൽ കായംകുളമാണ്. കായംകുളത്തിന്റെ പഴയ പേരാണ് ഓടനാട്. 1746. ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം. ഇവിടെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, പുറക്കാട് യുദ്ധത്തിൽ കായംകുളം രാജാവിന്റെ സൈന്യത്തെ നയിച്ചത് എരുവയിൽ അച്യുത വാര്യർ. ഒന്നും കൂടി നോക്കാം. മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടി മാന്നാർ ഉടമ്പടി, വർഷം 1742. മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം 1742. പുറക്കാട് യുദ്ധം കായംകുളവുമായിട്ട് നടന്ന യുദ്ധമാണ് പുറക്കാട് യുദ്ധം, 1746. കായംകുളത്തിന്റെ പഴയ പേര് ഓടനാട്. മാർത്താണ്ഡവർമ്മയുള്ള യുദ്ധത്തിന്റെ സമയത്ത് കായംകുളം രാജാവിന്റെ സേനയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാന്ന് ചോദിച്ചാൽ എരുവയിൽ അച്യുത വാര്യർ. തൃപ്പടിദാനം. തൃപ്പടിദാനം നടന്ന വർഷം 1750 ജാനുവരി 3. അപ്പം 1750 ജാനുവരി 3. അപ്പൊ എന്താണ് തൃപ്പടിദാനം? മാർത്താണ്ഡവർമ്മ തന്റെ സ്വത്തുവകകൾ അല്ലെങ്കിൽ തന്റെ രാജ്യത്തെ ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. വർഷം 1750 ജാനുവരി 3. തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ അറിയപ്പെടുന്നത് എങ്ങനെയായിരുന്നു? പത്മനാഭ ദാസന്മാരെന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പൊ തൃപ്പടിദാനം എന്ന കൃതി രചിച്ചതാരാണ്? ഉമാമഹേശ്വരി. തൃപ്പടിദാനം നടന്ന വർഷം 1750 ജാനുവരി 3. കൃതി രചിച്ചത് ഉമാമഹേശ്വരി. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ് കേട്ടോ. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ നടന്ന യുദ്ധമാണ് അനന്തേശ്വരം യുദ്ധം, 1754. പിന്നെ ഇവിടെ ചോദിക്കുന്ന മറ്റൊരു യുദ്ധം എന്ന് പറയുന്നത് അമ്പലപ്പുഴ യുദ്ധമാണ്. അതായത് മാർത്താണ്ഡവർമ്മയും അതേപോലെ തന്നെ ചെമ്പകശ്ശേരി രാജ്യവുമായിട്ട് നടന്ന യുദ്ധമാണ് അമ്പലപ്പുഴ യുദ്ധം, വർഷം 1754. മാർത്താണ്ഡവർമ്മയുടെ മന്ത്രിമാരായിരുന്നു അറുമുഖൻ പിള്ള, താണു പിള്ള, രാമയ്യൻ ദളവ. അതില് മാർത്താണ്ഡവർമ്മയുടെ ഏറ്റവും പ്രശസ്തനായ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ രാമയ്യൻ ദളവ. ആദ്യത്തെ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ അറുമുഖൻ പിള്ള. അടുത്ത് നോക്കാം, അമ്മച്ചിപ്ലാവ്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന പ്ലാവാണ് അമ്മച്ചിപ്ലാവ്. ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്, അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നായിരിക്കും ചോദ്യം വരുന്നത്. നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന പ്ലാവാണ് അമ്മച്ചിപ്ലാവ്. സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. ഗജേന്ദ്രമോക്ഷം എന്ന ചുമർ ചിത്രം കൊട്ടാരത്തിൽ പണി കഴിപ്പിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് മ്യൂറൽ പെയിന്റിംഗ് വരപ്പിച്ച ഭരണാധികാരി. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം. അപ്പൊ എന്തൊക്കെയാണ്? ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ അദ്ദേഹം ഒളിച്ചിരുന്ന സ്ഥലമാണ് അമ്മച്ചിപ്ലാവ്. അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ശ്രീകൃഷ്ണപുരം കൊട്ടാരം കായംകുളത്ത് പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് കൊട്ടാരത്തിനകത്ത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. മ്യൂറൽ പെയിന്റിംഗ് വരപ്പിച്ചു സ്വാമി ക്ഷേത്രത്തിൽ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിന്റിംഗ് വരപ്പിച്ചു. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. കന്യാകുമാരിയിൽ വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി. ഇനി ഇദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങൾ നമുക്ക് നോക്കാം. കണ്ടെഴുത്ത്. അതായത് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂസർവേ നടത്തിയ തിരുവിതാംകൂർ രാജാവ്. പള്ളിയാടി മല്ലൻ ശങ്കരനായിരുന്നു റവന്യൂ മിനിസ്റ്റർ. വസ്തുവിനെ അല്ലെങ്കിൽ ഭൂമിനെ 4ആയി തിരിച്ചിട്ടായിരുന്നു ഭൂസർവേ നടത്തിയിരുന്നത്. ഏതൊക്കെയാണ്? ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക. അപ്പം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരിക്കുന്നത് ഏത് പേരിലാണ് ചോദിച്ചിട്ടുള്ളതാണ്. ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക. പതിവ് കണക്ക് എന്നൊരു പേരിൽ ബഡ്ജറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവാണ്. അപ്പം മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ബഡ്ജറ്റ് സമ്പ്രദായം അറിയപ്പെടുന്നത് പതിവ് കണക്ക്. അഞ്ചൽ എന്ന പേരിൽ തപാൽ സംവിധാനവും ചൗക്കകൾ എന്ന പേരിൽ ചെക്ക് പോസ്റ്റുകളും അദ്ദേഹം നിയമിച്ചു. അപ്പൊ കള്ളക്കടത്ത് തടയാനായിട്ട് ചെക്ക് പോസ്റ്റുകൾ, ചൗക്കകൾ എന്ന പേരിൽ ചെക്ക് പോസ്റ്റുകളും അഞ്ചൽ എന്ന പേരിൽ പോസ്റ്റൽ സംവിധാനം അതായത് തപാൽ സംവിധാനം ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ്. അപ്പൊ എന്തൊക്കെയാണ്? കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂസർവേ. വസ്തുവിനെ 4ആയിട്ട് തിരിച്ചിട്ടായിരുന്നു ഭൂസർവേ നടത്തിയിരുന്നത്. ദേവസം, ബ്രഹ്മസം, ദാനം, പണ്ടാരവക. ഇവിടെ ദാനം എന്നും കൂടി ഉണ്ട്. പതിവ് കണക്ക് എന്ന പേരിൽ ബഡ്ജറ്റ് സമ്പ്രദായം,
അഞ്ചൽ എന്ന പേരിൽ പോസ്റ്റൽ സമ്പ്രദായം, ചൗക്കകൾ എന്ന പേരിൽ ചെക്ക് പോസ്റ്റുകൾ. ഗ്രാമങ്ങൾ അറിയപ്പെട്ടിരുന്നത് പകുതികളെന്നായിരുന്നു. വില്ലേജുകൾ അറിയപ്പെട്ടിരുന്നത് പകുതികളെന്നും വില്ലേജ് തലവന്മാർ അല്ലെങ്കിൽ അതിന് നിയമിച്ച ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടിരുന്നത് പർവത്തിക്കാർ. താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് മണ്ഡപത്തും വാതുക്കൽ. അതിൻ്റെ ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്നത് കാര്യക്കാർ. വ്യാപാര വകുപ്പ് അറിയപ്പെട്ടിരുന്നത് മുളക് മടിശീല. ധനമന്ത്രി അറിയപ്പെട്ടിരുന്നത് മുളക് മടിശീലക്കാർ. അപ്പം എന്തൊക്കെയാണ്? ഗ്രാമങ്ങൾ അറിയപ്പെട്ടിരുന്നത് പകുതികൾ, തലവൻ അറിയപ്പെട്ടിരുന്നത് പർവത്തിക്കാർ, താലൂക്ക് അറിയപ്പെട്ടിരുന്നത് മണ്ഡപത്തും വാതുക്കൽ, തഹസിൽദാർ എന്ന പോസ്റ്റ് വഹിച്ചിരുന്ന ആളെ അറിയപ്പെട്ടിരുന്നത് കാര്യക്കാർ, മുളക് മടിശീല വ്യാപാര വകുപ്പ്, ധനമന്ത്രി അറിയപ്പെട്ടിരുന്നത് മുളക് മടിശീലക്കാർ. മാർത്താണ്ഡവർമ്മയുടെ സ്ഥിരം സൈന്യം അറിയപ്പെടുന്നതാണ് മറവപ്പട. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുള്ള നായർ സൈന്യമാണ് നായർ ബ്രിഗേഡ്. ഇദ്ദേഹം നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മന അണ, പുത്തനണ. മാർത്താണ്ഡവർമ്മയുടെ സമകാലികരായിരുന്നു കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരും. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയാണ് കൃഷ്ണശർമ്മ. കൃഷ്ണശർമ്മ. 1958 മാർത്താണ്ഡവർമ്മ നാടു നീങ്ങിയത്. എന്തൊക്കെയാണ്? മറവപ്പട എന്നൊരു സ്ഥിരം സൈന്യത്തെ സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന സൈന്യമാണ് നായർ ബ്രിഗേഡ് എന്നറിയപ്പെടുന്നു. പൊന്മന അണ, പുത്തനണ എന്ന അണക്കെട്ടുകൾ സ്ഥാപിച്ചു. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ മാർത്താണ്ഡവർമ്മയുടെ സമകാലികരായിരുന്നു. ആസ്ഥാന കവി കൃഷ്ണശർമ്മ. 1958 മാർത്താണ്ഡവർമ്മ നാടു നീങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയുമല്ല, കുറച്ചധികം ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത എല്ലാ ഫാക്ട്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയെ കുറിച്ച് ഇത്രയും ഡീപ്പായിട്ട് തന്നെ, അറ്റ്ലീസ്റ്റ് ഇത്രയും ഡീപ്പായിട്ടെങ്കിലും പഠിച്ചിരിക്കണം. ഇതിനകത്ത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഫാക്ട്സും ഒരുവിധം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.